ഹലോ മക്കളെ, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. അപ്പൊ നമ്മള് ഇന്ന് സോഷ്യൽ സയൻസിൽ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേരാണ് ലോകത്തിന്റെ നെറുകയിൽ അഥവാ ഓൺ ദ റൂഫ് ഓഫ് ദി വേൾഡ്. അപ്പം ഈ ഒരു പുതിയ ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കുന്നത്. ഓൺ ദി റൂഫ് ഓഫ് ദി വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കുന്നത്. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ഒരുപാട് ഇന്ത്യയുടെ ടോപ്പോഗ്രാഫി, ഇന്ത്യയുടെ ഭൂപ്രകൃതി എങ്ങനെയാണ്, അവിടെ എവിടെയാണ് പർവ്വതങ്ങൾ ഉള്ളത്, അല്ലെ ഇന്ത്യയിലെ പർവ്വതങ്ങൾ, നിങ്ങളുടെ നാട്ടിലൊക്കെ ചെറിയ ചെറിയ മലയും കുന്നുകളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. വലിയ വലിയ പർവ്വതങ്ങൾ എവിടെയാണുള്ളത്? നിങ്ങൾ ഹിമാലയ പർവ്വതം എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങള് ഇന്ത്യയില് വേറെ ഏതെല്ലാം രീതിയിലാണ് ഭൂമിയെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. നമുക്ക് ചാപ്റ്റർ പഠിച്ചു തുടങ്ങാം. ഓക്കെ, സോ ഇന്ത്യ is a land of mixed culture and pluralism. The evolution of this unique cultural diversity is a lengthy history. ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഡിഫറെന്റ് ആയിട്ടുള്ള ലാൻഡ് ഉണ്ട് അല്ലെ, തീരപ്രദേശം ഉണ്ട് അല്ലെ, കടലിന്റെ സൈഡ്, കടലൊക്കെ വരുന്ന ഭാഗങ്ങളുണ്ട്, സമുദ്രഭാഗങ്ങളില്ലേ ഉണ്ട്, സമുദ്രത്തിന്റെ സൈഡ് വരുന്ന കരഭാഗങ്ങളില്ലേ ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, മലകളുണ്ട് അല്ലെ, നിരപ്പായിട്ടുള്ള പ്രദേശങ്ങളുണ്ട്, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള മണലുള്ള സ്ഥലങ്ങൾ അല്ലെ, മരുഭൂമികളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. അങ്ങനെ ഡൈവേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇന്ത്യ എന്നത് ഒരു മിശ്ര ബഹുസ്വര സംസ്കാരത്തിന്റെ നാടാണ്. ആദിമകാലം മുതൽക്കേ പല വിദൂര ദേശങ്ങളിൽ നിന്നും ഇവിടേക്ക് വന്നെത്തിയ പ്രാകൃത ജനവിഭാഗങ്ങളും പിൽക്കാലത്ത് പല ഘട്ടങ്ങളിലായി പല വഴികളിലൂടെ ഈ നാട്ടിൽ വന്നെത്തുകയും സഹസ്രാബ്ദങ്ങളായി ഇവിടെ ജീവിക്കുകയും ചെയ്ത അനവധിയായ മനുഷ്യ സമൂഹങ്ങൾ വഴിയുമാണ് മറ്റൊരു രാജ്യത്തും കാണാൻ കഴിയാത്ത ഈ സാംസ്കാരിക വൈവിധ്യം ഇവിടെ രൂപപ്പെട്ടത്. അപ്പം എങ്ങനെയാണ് നമുക്ക് സാംസ്കാരികപരമായിട്ട് അല്ലെ, കൾച്ചറൽ ഡൈവേഴ്സിറ്റിയും ഉണ്ട് അല്ലെ, ഓരോ ആൾക്കാരുടെയും കൾച്ചറും ഡിഫറെന്റ് ആയിരിക്കും അല്ലെ, ഓരോ ആൾക്കാരും ഓരോ കസ്റ്റം. അപ്പം നമ്മൾ കേരളത്തിലുള്ള ആൾക്കാരെ പോലെയുള്ള ഒരു കൾച്ചറൽ ആസ്പെക്ട് ആയിരിക്കില്ല വേറൊരു സ്റ്റേറ്റിലുള്ള ആൾക്കാരുടെ കൾച്ചറൽ ആസ്പെക്ട് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചറൽ ഡൈവേഴ്സിറ്റിയും ഉണ്ട്. എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതെന്നാ പറയുന്നത്? It began with the primitive human groups അല്ലെ, പ്രാകൃത ജനവിഭാഗങ്ങൾ മുതൽ തുടങ്ങിയിട്ടുണ്ട്. Who came to inhabit this land from far off lands in very ancient times അല്ലെ, വളരെ കാലം മുമ്പ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. Later these people got mixed with several other human groups അല്ലെ, എന്നിട്ടോ വേറെ പല സ്ഥലത്തു നിന്നും ഈ സ്ഥലത്തേക്ക് വന്നിട്ടുള്ള ആൾക്കാരുമായിട്ട് എന്ത് ചെയ്യും, ഇവരെ ഇന്ററാക്ട് ചെയ്യുകയൊക്കെ ചെയ്യും. ആൻഡ് through different routes offered over different periods of time and whose generations have been living here over thousands of years അല്ലെ. അങ്ങനെ thousands of years അല്ലെ, സഹസ്രാബ്ദം, സഹസ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 1000 അല്ലെ, സഹസ്രാബ്ദങ്ങളായിട്ട് ഇവിടെ ജീവിക്കുകയും ചെയ്ത അനവധിയായ മനുഷ്യ സമൂഹങ്ങൾ വഴിയുമാണ് മറ്റൊരു രാജ്യത്തും കാണാൻ കഴിയാത്ത ഈ സാംസ്കാരിക വൈവിധ്യം നമുക്ക് ഇവിടെ രൂപപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, സോ അതിന്റെ ഭാഗമായിട്ട് വേറെ എന്തൊക്കെ ചേഞ്ചസ് ആണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ദിസ് ഡൈവേഴ്സിറ്റി ഈസ് എവിഡന്റ് ഇൻ, എന്തൊക്കെ ഡൈവേഴ്സിറ്റീസ് ഉണ്ട് ഇന്ത്യയില് ലാംഗ്വേജിന്റെ ഡൈവേഴ്സിറ്റി ഉണ്ട് അല്ലെ, പല തരത്തിലുള്ള ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അറൌണ്ട് 28ഓളം ലാംഗ്വേജസ് ഇന്ത്യയിൽ സംസാരിക്കുന്നുണ്ട് അല്ലെ, മലയാളം, തമിഴ്, തെലുഗു, ഉറുദു എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ഭാഷകളുണ്ട്. അതുപോലെ തന്നെ കസ്റ്റംസ് അല്ലെ, കോസ്റ്റ്യൂംസ് ഉണ്ട്, ട്രഡീഷൻസ് അല്ലെ, ഓരോ ആൾക്കാർ, നമ്മൾ മലയാള തനിമ എന്നൊക്കെ പറയും അല്ലെ, മലയാളത്തിന്റെ പാരമ്പര്യം എന്നൊക്കെ പറയുന്നത് പോലെ, അതുപോലെ തന്നെ തമിഴ് ജനവിഭാഗങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ട്രഡീഷൻ, വേറൊരു ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ അവരുടേതായിട്ടുള്ള ട്രഡീഷൻ, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നമ്മുടെ കൺട്രിയിലുണ്ട് അല്ലെ. അവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ഇടയിൽ നമ്മൾ ഇന്ത്യക്കാരാണെന്നുള്ള ഒരു ഡൈവേഴ്സിറ്റിയും യൂണിറ്റിയും ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ ഫെസ്റ്റിവൽസ്, ഓണം നമ്മൾ കേരളത്തിൽ ആഘോഷിക്കുന്നുണ്ട്, വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ ഓണം ആഘോഷിക്കുന്നുണ്ടോ? ഇല്ല അല്ലെ, കേരളീയരുടെ ദേശീയ ഉത്സവമായിട്ട് നമ്മൾ അതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫെസ്റ്റിവൽസ്, ഓരോ സ്ഥലത്തും ഹോളിയൊക്കെ ആഘോഷിക്കുന്ന സ്ഥലങ്ങളുണ്ട് അല്ലെ, അതിന്റെ പാർട്ടായിട്ട് നമ്മൾ കേരളത്തിലും സെലിബ്രേറ്റ് ചെയ്യാം. അപ്പം ഫെസ്റ്റിവൽസിലും ഡിഫറൻസ് ഉണ്ട്, വിശ്വാസങ്ങളിൽ ഡിഫറൻസ് ഉണ്ട്. കേരളത്തിലാണെങ്കിൽ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിംസ് ഒക്കെ ആയിരിക്കും. അത് കൂടാതെ വേറെയും കുറെ വിശ്വാസങ്ങൾ, മതങ്ങളിലാണെങ്കിലും അല്ലാത്ത വിശ്വാസങ്ങൾ അല്ലെ, അങ്ങനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അഗ്രികൾച്ചറിൽ അല്ലെ, ഡിഫറെന്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ, അപ്പം ഓരോ സ്ഥലത്തും യോജ്യമായിട്ടുള്ള രീതിയിലുള്ള അഗ്രികൾച്ചർ അല്ലെ. കേരളത്തിലാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് നെല്ല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിളയിപ്പിക്കും. നമ്മൾ കേരളത്തിൽ ആപ്പിൾ കൃഷി നടത്തുന്നുണ്ടോ? ഇല്ല അല്ലെ. ആപ്പിളൊക്കെ എവിടേക്കാണ്? നല്ല തണുത്ത സ്ഥലങ്ങളിൽ അല്ലെ, ജമ്മു കാശ്മീർ ആ ഒരു റീജിയണിലോ അങ്ങനെ നോർത്തിലേക്കാണ് കുറച്ചും കൂടി ആപ്പിളൊക്കെ ഗ്രോ ചെയ്യുന്നത്. അപ്പം അഗ്രികൾച്ചറിലും എന്തുണ്ട്, ഡൈവേഴ്സിറ്റി ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ എന്തുണ്ട്,
ഡൈവേഴ്സിറ്റി ഉണ്ട്. സോ ഭാഷ, വേഷഭൂഷാദികൾ, ആചാരങ്ങൾ അല്ലെ, ആചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആഘോഷങ്ങളുണ്ട്, വിശ്വാസ പ്രമാണങ്ങൾ അല്ലെ, ഓരോരുത്തരുടെ വിശ്വാസം, കൃഷി എന്നിങ്ങനെ നിരവധി രംഗങ്ങളിൽ ഈ വൈവിധ്യം പ്രകടമാണ്. The geographical diversity of our country has a decisive role in the country's cultural diversity. ഇങ്ങനെ നമുക്ക് കൾച്ചറൽ ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്തിനൊരു റോൾ ഉണ്ട്, ഭൂപ്രകൃതി വൈവിധ്യത്തിന്, ജിയോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി അല്ലെ. ഞാൻ പറഞ്ഞു തുടക്കത്തിൽ ഞാൻ പറഞ്ഞു അല്ലെ, തീരപ്രദേശം, കടൽക്കരയുടെ ഭാഗത്തുള്ള ആൾക്കാരുണ്ട്, മരുഭൂമി അങ്ങനത്തെ റീജിയനിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ മരുഭൂമിയിലാണെങ്കിൽ അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജിച്ചുള്ള കൃഷിയും ആചാരങ്ങളും ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നുണ്ടാവും. അപ്പം അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്ഥലത്തിനനുസരിച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ആചാരങ്ങളായിരിക്കും ഓരോരുത്തരും ഫോളോ ചെയ്യുന്നുണ്ടാവുക. ഇന്ത്യയിലെ ഈ സാംസ്കാരിക വൈവിധ്യത്തിന് പിന്നിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭൂപ്രകൃതി വൈവിധ്യത്തിന് ഗണ്യമായിട്ടുള്ള പങ്കുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ഈ അഗ്രികൾച്ചർ, കസ്റ്റംസ്, ബിലീഫ്, ഇതിലൊക്കെ ഡൈവേഴ്സിറ്റി ഉണ്ട്. ഇതിന്റെ ഒക്കെ ബേസിക് കാരണം എന്താ പറയുന്നത്, ഭൂപ്രകൃതിയിലുള്ള വ്യത്യാസമാണ് അല്ലെ, ജിയോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി ആണ്. ഓക്കെ, സോ ദ നോർത്തേൺ മൗണ്ടെയിൻസ് സ്റ്റാൻഡിങ് ആസ് എ ഫോർമിഡബിൾ fortress in the northern part, the vast and fertile plain just to the south of it, the desert land to the west, the extensive plateau in the central part, the lengthy coastal stretch along the eastern and western sides, then the islands. അപ്പം നമ്മുടെ ഇന്ത്യയിൽ ഉള്ള ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഭൂപ്രകൃതി എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള ആ ഒരു ഡീറ്റെയിലിംഗ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത്, നിങ്ങൾക്ക് വടക്കും തെക്കൊക്കെ നോക്കാൻ അറിയോ? നമ്മള് എപ്പോഴും വടക്കും തെക്കും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എങ്ങനെയാണ്, ഇത് നോർത്ത് ആണ് അല്ലെ. നമ്മൾ ഇന്ത്യയുടെ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ, മാപ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇന്ത്യയുടെ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പിലുള്ളത് നോർത്ത് ആണ്, ഈ ഭാഗത്തുള്ളത് ഈസ്റ്റ് ആണ്, ഈ ഭാഗത്തുള്ളത് വെസ്റ്റ് ആണ്, ആൻഡ് ഈ ഭാഗത്തുള്ളത് ഏറ്റവും താഴത്തെ ഭാഗം, നമ്മുടെ മാപ്പില് താഴെ ഭാഗമാണ് സൗത്ത് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും ഇങ്ങനെ നിങ്ങൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ വരച്ചിട്ട് ന്യൂസ് എഴുതി കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആയിരിക്കും. ഓക്കെ, ന്യൂസ് എഴുതി കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. സോ അപ്പം ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്ത് വൻ കോട്ട പോലെ രാജ്യത്തിന്റെ അതിരായി നിലകൊള്ളുന്ന ഉത്തര പർവ്വത മേഖല. അപ്പം രാജ്യത്തിന്റെ ഒരു മതില് പോലെ നമുക്ക് ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്ത്, ഏറ്റവും നോർത്ത് പോർഷനിൽ എന്തുണ്ട്, ഉത്തര പർവ്വത മേഖല. ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ ഉത്തര ധ്രുവം, ദക്ഷിണ ധ്രുവം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ നോർത്ത് പോളും സൗത്ത് പോളും ആണ്. അപ്പം അതുപോലെ ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്ത് ഒരു കോട്ട പോലെ രാജ്യത്തിന്റെ അതിർത്തിയായിട്ട് അല്ലെ, ആ പർവ്വതമൊക്കെ കടന്നിട്ട് വേറെ എന്താ നമ്മളെ ആക്രമിക്കാനൊക്കെ ആൾക്കാർ വരാൻ ഭയങ്കര പാടായിരിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നുഴഞ്ഞു കയറുക എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. സോ അതുപോലെ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് രാജ്യത്തിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. ഓക്കെ, നോർത്തേൺ മൗണ്ടെയിൻസ്. ഓക്കെ, അതിന് തൊട്ട് തെക്കായിട്ട് ഫലഭൂയിഷ്ഠവും വിശാലവുമായ സമതല പ്രദേശം. അതിന്റെ തൊട്ട് തെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ താഴേക്കല്ലേ. ഓക്കെ, അപ്പം അതിന്റെ തൊട്ട് ഭാഗത്തായിട്ട് ആരാളുള്ളത്, സമതല പ്രദേശമുണ്ട്. പടിഞ്ഞാറേക്കായിട്ട് അല്ലെ, രാജസ്ഥാൻ ആ ഒരു റീജിയൻ, ആ ഭാഗത്തേക്ക് എന്താണ്, മരുപ്രദേശമാണ് അല്ലെ, ഡെസേർട്ട് ആണ് അല്ലെ. South of it, the desert land to the west. അല്ലെ, ഇനിയോ മധ്യഭാഗത്ത് അതിവിശാലമായ പീഠഭൂമി, ദ എക്സ്റ്റെൻസീവ് പ്ലാറ്റു ഇൻ ദി സെൻട്രൽ പാർട്ട് അല്ലെ. ഏറ്റവും നടുക്കിൽ എന്താണ്, ഇന്ത്യയുടെ നടുക്ക് ഭാഗത്ത് എന്താണുള്ളത്, പീഠഭൂമികളാണ് അല്ലെ. സെൻട്രൽ പ്ലേറ്റ്യൂ ഉണ്ട് ആൻഡ് പടിഞ്ഞാറ് മരുപ്രദേശമാണ്. പടിഞ്ഞാറ് ഭാഗത്ത് എന്ന് പറയുന്നത് മരുപ്രദേശമാണ്. മധ്യഭാഗത്ത് അതിവിശാലമായ പീഠഭൂമിയുണ്ട്. കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ സുദീർഘമായ തീരപ്രദേശങ്ങൾ അല്ലെ. നമുക്ക് തീരപ്രദേശം ഉണ്ടല്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ, നമ്മൾ കേരളത്തിലാണ്, നമുക്ക് ബീച്ചിലൊക്കെ പോയിരിക്കാൻ പറ്റും അല്ലെ. അപ്പൊ നമ്മള് ഇന്ത്യയുടെ നടുക്ക് ഭാഗത്താണെങ്കിൽ നമുക്ക് ബീച്ച് സൈഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ തീരപ്രദേശങ്ങളുള്ളത് എവിടെയാണുള്ളത്? ഇവിടെ ഈ ഭാഗത്ത്, നമ്മളെ കേരളമുണ്ട്, തമിഴ്നാട്ടിലൊക്കെ എന്താണ്, തീരപ്രദേശത്തിൽ നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് അല്ലെ. സോ കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ സുദീർഘമായ തീരപ്രദേശങ്ങൾ, ദ്വീപസമൂഹങ്ങളുണ്ട് അല്ലെ, ഐലൻഡ്സ് ഉണ്ട്. ഇതൊക്കെ ചേർന്നിട്ടാണ് ഇന്ത്യയിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലെ. പർവ്വതം കണ്ടു, നമ്മൾ തീരപ്രദേശം കണ്ടു, പീഠഭൂമി കണ്ടു അല്ലെ, മരുഭൂമി കണ്ടു. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾക്ക് ഇന്ത്യയിൽ ഉണ്ട്. This
Topographical diversity, along with the country's special location, has contributed to the existence of monsoon climate in this region. അപ്പൊ നമുക്ക് ഇന്ത്യയിൽ എന്തുണ്ട്? മൺസൂൺ കാലാവസ്ഥയാണുള്ളത് അല്ലെ. ഈ ഇന്ത്യയിൽ ഈ മൺസൂൺ കാലാവസ്ഥ കിട്ടാൻ കാരണം എന്താന്നാ പറയുന്നത്? ഭൂപ്രകൃതിയിലുള്ള വൈവിധ്യം. ഭൂപ്രകൃതിയിലുള്ള വൈവിധ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ അല്ലെ. മരുഭൂമി, പീഠഭൂമി, തീരപ്രദേശം എന്നിങ്ങനെ ഭൂപ്രകൃതിയിലുള്ള വൈവിധ്യം രാജ്യത്തിന്റെ സവിശേഷമായ സ്ഥാനം. രാജ്യം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് പറയാം കേട്ടോ. അപ്പം ഇന്ത്യ നിൽക്കുന്ന സ്ഥലം അല്ലെ, ഇന്ത്യ നിൽക്കുന്ന ഒരു സ്ഥലം അല്ലെ, അതാ പറയുന്ന സ്ഥാനം എന്ന് പറയുന്നത്. ഈ രണ്ട് ഫാക്ടറും കൂടെ ചേർന്നിട്ടാണ് നമുക്ക് മൺസൂൺ കാലാവസ്ഥ ഇന്ത്യയിൽ കിട്ടാനുള്ള റീസൺ എന്ന് പറയുന്നത്. ക്ലിയർ? Human life and agricultural pattern have been set in India over centuries in accordance with this diversity. In spite of such vivid diversities, there are factors that join this land and its people with a delicate thread of unity. അപ്പം ഇതൊക്കെ ചേർന്നുകൊണ്ട് നൂറ്റാണ്ടുകളായി ഇന്ത്യയിലെ കൃഷി, ജനജീവിതം എന്നിവ ക്രമപ്പെടുത്തിയിരിക്കുന്നു അല്ലെ. ഇന്ത്യയിലെ കാലാവസ്ഥയ്ക്കനുസരിച്ച് അല്ലെ, മൺസൂൺ കാലാവസ്ഥയ്ക്കനുസരിച്ചും ബാക്കി പറഞ്ഞിട്ടുള്ള ഇന്ത്യയുടെ സ്ഥാനത്തിനനുസരിച്ചും ഇന്ത്യയുടെ ഭൂപ്രകൃതിക്ക് അനുസരിച്ചിട്ടുമാണ് കാലാകാലങ്ങളായിട്ട് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ കൃഷിയും ജനജീവിതവും ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുള്ളത്. ആൻഡ് വൈവിധ്യങ്ങൾ ഏറെയുണ്ടെങ്കിലും അതിനിടയിലും ഏകത്വത്തിന്റെ ഒരു നേർത്ത നൂലുകൊണ്ട് ഈ നാടിനെയും ജനങ്ങളെയും ഒന്നിപ്പിക്കുന്ന ഘടകങ്ങളുമുണ്ട് അല്ലെ. നമ്മൾ പറഞ്ഞു അല്ലെ, പല ഭാഷകൾ സംസാരിക്കുന്ന, പല വേഷങ്ങൾ ധരിക്കുന്ന അല്ലെ, പല തരത്തിലുള്ള കൃഷികൾ ചെയ്യുന്ന ആൾക്കാര്, എല്ലാ ആൾക്കാരും ഇന്ത്യക്കാരായിട്ട് ഇവിടെ യുണൈറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലെ. സോ ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ താഴെ പറയുന്ന വിധം തരംതിരിക്കാം. അപ്പം നമ്മൾ കുറെ സ്ഥലങ്ങൾ പറഞ്ഞു അല്ലെ, എന്ത് പർവ്വതങ്ങളുണ്ട്, തീരപ്രദേശമുണ്ട്, അങ്ങനെ കുറെ സ്ഥലങ്ങൾ, പീഠഭൂമി, മരുഭൂമി എന്നൊക്കെ പറഞ്ഞു അല്ലെ. അങ്ങനെ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ബേസ്ഡ് ഓൺ ടോപ്പോഗ്രഫി ഇന്ത്യ ക്യാൻ ബി ഡിവൈഡഡ് ആസ് ദി ഫോളോയിങ് ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ്. പല തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഉത്തരപർവ്വത മേഖലയുണ്ട്. ഓക്കെ, എത്ര തരത്തിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന? 5 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. നിങ്ങൾ ആ ക്ലാസിഫിക്കേഷൻ എന്ത് ചെയ്യണം? മസ്റ്റായിട്ടും പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. എന്ത്? ക്ലാസിഫിക്കേഷൻ ഓഫ് ഇന്ത്യ ബേസ്ഡ് ഓൺ ടോപ്പോഗ്രഫി. ടോപ്പോഗ്രഫിയുടെ ബേസിസിലുള്ള ഇന്ത്യയുടെ സ്ഥലത്തിന്റെ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും നിങ്ങളുടെ അടുത്ത്. സോ ഉത്തരപർവ്വത മേഖല അഥവാ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ അല്ലെ. ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. ഉത്തരപർവ്വത മേഖല അല്ലെങ്കിൽ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉത്തരേന്ത്യൻ സമതലം. പർവ്വത മേഖല കഴിഞ്ഞിട്ട് നേരെ ഒരു സമതല പ്രദേശമാണുള്ളത്. സോ അതാണ് ഉത്തരേന്ത്യൻ സമതലം അല്ലെങ്കിൽ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. ഓക്കെ, അപ്പം നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഉപദ്വീപീയ പീഠഭൂമി അല്ലെങ്കിൽ ദ പെനിൻസുലാർ പ്ലാറ്റ്യൂ. ഓക്കെ, ഉപദ്വീപീയ പീഠഭൂമി. ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും ഉപദ്വീപീയ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്, പക്ഷെ സിമ്പിൾ ആണ്, ദ്വീപ് ഒക്കെ ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പം ഉപദ്വീപീയ പീഠഭൂമി, ദ പെനിൻസുലാർ പ്ലാറ്റ്യൂ. പിന്നെ ഉള്ളത് ഇന്ത്യൻ മരുഭൂമി, ദ ഇന്ത്യൻ ഡെസേർട്ട്. ഇന്ത്യൻ മരുഭൂമി, ദ ഇന്ത്യൻ ഡെസേർട്ട്. പിന്നെ തീരസമതലങ്ങളും ദ്വീപുകളും, ദ കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സ്. കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സ്. അപ്പം 5 പേരുകൾ നമ്മളിപ്പോ പഠിച്ചു. ഉത്തരപർവ്വത മേഖല അഥവാ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ, ഉത്തരേന്ത്യൻ സമതലം അഥവാ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, ഉപദ്വീപീയ പീഠഭൂമി അഥവാ പെനിൻസുലാർ പ്ലാറ്റ്യൂ, ഇന്ത്യൻ മരുഭൂമി അഥവാ ഇന്ത്യൻ ഡെസേർട്ട്, തീരസമതലങ്ങളും ദ്വീപുകളും, ദ കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സ്. ഈ 5 പേരുകളും മസ്റ്റായിട്ട് പഠിച്ചു വെക്കാം. സോ ഈ ഒരു മാപ്പ് ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം മാപ്പാണ്. ഇവിടെ നിങ്ങൾക്ക് നോർത്തേൺ മൗണ്ടെയിൻ കാണാൻ പറ്റും. ഈ ഒരു റീജിയൻ നിങ്ങൾക്ക് നോർത്തേൺ മൗണ്ടെയിൻ കാണാൻ പറ്റും. പിന്നെയോ നിങ്ങൾക്ക് ഇവിടെ പെനിൻസുലാർ പ്ലാറ്റ്യൂ കാണാൻ പറ്റും. ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് കേട്ടോ ഈ ഫിഗർ. ആൻഡ് ഈസ്റ്റ് കോസ്റ്റിലുള്ള നിങ്ങൾക്ക് സീ കോസ്റ്റൽ ഏരിയാസ് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് വെസ്റ്റിലുള്ള കോസ്റ്റ് അല്ലെ, തീരപ്രദേശങ്ങൾ, ഇവിടെയും നിങ്ങൾക്ക് തീരപ്രദേശങ്ങളും കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ്
നമുക്ക് ഇവിടെ നിങ്ങൾക്ക് താർ ഡെസേർട്ട് ഒക്കെ ഈ ഒരു റീജിയനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, താർ ഡെസേർട്ട്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം പിക്ചർ ആണ് എന്താണ് ടോപ്പോഗ്രഫീന്റെ ബേസിസിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ്. ഓക്കെ, ഇതൊക്കെ കടലാണ് അല്ലെ. ഇവിടെയൊക്കെ എന്താണ്, ഇവിടെ അറേബ്യൻ സീ ഉണ്ട് അല്ലെ, ഇന്ത്യൻ ഓഷൻ ഉണ്ട്, ബേ ഓഫ് ബംഗാൾ ഉണ്ട് അല്ലെ. അപ്പം ഇതിന് ചേർന്നിട്ടുള്ള കോസ്റ്റൽ ഏരിയാസ് അല്ലെ, വെസ്റ്റും ഈസ്റ്റും ഒക്കെ എന്താണ് കോസ്റ്റൽ ഏരിയാസ് ഉണ്ട്. ഓക്കെ, നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസ് ദാറ്റ് ഫ്രം ദ നോർത്ത് and the northeastern boundary of the Indian subcontinent include several mountain ranges that originates from the Pamir Knot known as the roof of the world and it extends up to Purvachal in the east. എന്താ പറഞ്ഞിട്ടുള്ളത്? നോർത്തേൺ മൗണ്ടെയിൻ, നമ്മുടെ നോർത്തേൺ മൗണ്ടെയിൻ അല്ലെ, ഉത്തര പർവ്വത മേഖല, ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ അല്ലെ, നോർത്തേൺ മൗണ്ടെയിൻ ഫസ്റ്റത്തെ ടൈപ്പ്. അത് എവിടെ നിന്നാണ്? ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും. അപ്പൊ നമ്മുടെ ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ഏതാണ്? പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ. ഈ സ്ഥലങ്ങളെല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇത് നമ്മൾ മസ്റ്റ് ആയിട്ട്. ചില സ്ഥലങ്ങൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ചില സ്ഥലങ്ങൾ നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. പക്ഷെ ഈ പറയുന്ന സ്ഥലങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് കിഴക്കൻ അതിരായ ഉത്തര പർവ്വത മേഖല. അപ്പം വടക്ക് കിഴക്കുമായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങൾ അല്ലെ. ഓക്കെ, സോ North mountain ranges that from the north and the northeastern, വടക്ക് കിഴക്കും ആയിട്ടുള്ള ആ സ്ഥലത്ത് നിന്ന് എവിടുന്നാ തുടങ്ങുന്നത്? പാമീർ പർവ്വതക്കെട്ടാണ് അതിന്റെ സ്റ്റാർട്ടിങ്. എവിടം വരെ പോകുന്നുണ്ട്? പൂർവാചൽ വരെ അല്ലെ. പാമീർ പർവ്വതത്തിൽ നിന്ന് തുടങ്ങിയിട്ട് പൂർവാചൽ വരെ പോകുന്ന ആ ഒരു ഏരിയനെയാണ് എന്ത് പറയുന്നത്? ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്നത്. ഓക്കെ, the relatively young and lofty northern mountain ranges have been formed by the folding of rock layers. The northern mountain extends from river Indus in the west to the river Brahmaputra in the east for nearly 2,400 kilometers and has a width ranging from 150 to 400 kilometers. The region has a peculiar landscape with several high peaks, glaciers and valleys. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു താരതമ്യേന പ്രായം കുറഞ്ഞത്, യങ് ആയിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വലിയ ഒരു മീൻസ് കുറേ കാലം മുമ്പൊന്നും അല്ല, റീസെന്റ് ആയിട്ട്. റീസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വല്ലാതെ ഒരു റീസെന്റ് അല്ല, എന്നാലും വലിയൊരു യങ് ആയിട്ടുള്ള വളരെ ഉയരമേറിയത് കുറച്ച് ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വത നിലകൾ. ഓക്കെ, ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്ക് പർവ്വതങ്ങളാണ് ഇവ. എന്താണ് ശിലാപാളികൾക്ക്? ഞാൻ ഇമേജ് കാണിച്ചു തരാം കേട്ടോ. ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്ക് പർവ്വതങ്ങളാണ് ഇവ. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ എവിടെ വരെയാണ് ഈ പർവ്വതത്തിന്റെ സ്ഥാനം? നോക്കിക്കേ നിങ്ങൾ. പർവ്വതനിരകളില് പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഉത്തര പർവ്വത മേഖലയ്ക്ക് 150 മുതൽ 400 കിലോമീറ്റർ വരെ, നിങ്ങൾ ആലോചിക്കണം എത്രയുണ്ട്, 150 മുതൽ 400 കിലോമീറ്റർ വരെ എന്തുണ്ട്? വീതിയുണ്ട്. ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും അല്ലെ, ഹൈ പീക്സ്, ഗ്ലേഷ്യേഴ്സ്, വാലീസ്, താഴ്വരകളും നിറഞ്ഞ സവിശേഷമായിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് ഈ പറയുന്ന ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്നത്. Based on the topographical characteristics, the northern mountain region can be classified into 3. ഇനി ടോപ്പോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തര പർവ്വത മേഖലയെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഉത്തര പർവ്വത മേഖലയാണിത്. ആ ഒരു നോർത്തേൺ മൗണ്ടെയിനെ നമുക്ക് എന്താക്കിയിട്ട് തിരിക്കാം? 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, 3 ടൈപ്പ് ഉണ്ട്. അത് ഒന്ന് ട്രാൻസ് ഹിമാലയാസ്, 2 ഹിമാലയം അല്ലെങ്കിൽ ഹിമാലയാസ്, 3ാമത്തത് കിഴക്കൻ കുന്നുകൾ, ഈസ്റ്റേൺ ഹിൽസ്. അപ്പം ഉത്തര പർവ്വത മേഖലയുടെ ക്ലാസിഫിക്കേഷൻ എന്താ?
ട്രാൻസ് ഹിമാലയാസ് ആൻഡ് ദി ഈസ്റ്റേൺ ഹിൽസ്. ട്രാൻസ് ഹിമാലയം, കിഴക്കൻ കുന്നുകൾ എന്നിങ്ങനെ നമുക്ക് ഉത്തരപർവ്വത മേഖലയെ മൂന്നാക്കിയിട്ട് തരംതിരിക്കാം. ഓക്കെ, അതിനിടയിൽ മടക്കുപർവ്വതങ്ങൾ എന്താണെന്ന് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. ഫോൾഡ് മൗണ്ടെയിൻസ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ മടക്കുപർവ്വതങ്ങൾ. സോ fold mountains are formed due to the compression of sedimentary rock strata of the earth crust. അപ്പം എങ്ങനെയാണ് ഭൂവൽക്കത്തിലെ ശിലാപാളികൾ, നിങ്ങൾക്ക് ഭൂമിയുടെ പാളികൾ അറിയാം അല്ലെ, അതിനകത്ത് ഉപരിതലത്തിൽ എന്തുണ്ട്, ഭൂവൽക്കമുണ്ട് അല്ലെ. നമ്മുടെ എർത്ത് ഇതാണെങ്കിൽ അതിന് എന്തുണ്ട്, ഭൂവൽക്കമുണ്ട്. ആ ഭൂവൽക്കത്തില് ശിലാപാളികൾ അല്ലെ, ശിലാപാളികൾ ഉണ്ട്. അതിന് സമ്മർദ്ദ ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രഷർ അല്ലെ, ഒരു പ്രഷർ വരും. അതാണ് കംപ്രഷൻ വരും, ഒരു സമ്മർദ്ദം വരും. ആ ഒരു സമ്മർദ്ദം കാരണം എന്ത് ചെയ്യും, മടങ്ങിപ്പോവും. ഓക്കെ, അങ്ങനെ ഒരു മടങ്ങുന്ന ആ ശിലാപാളികൾക്ക് ഒരു മടക്ക് സംഭവിക്കും. അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്, മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. ഓക്കെ, ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദ ബലത്താൽ മടങ്ങി മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട്. ഭൂവൽക്കത്തിൽ എന്തുണ്ട്, നമ്മൾ പറഞ്ഞു ഭൂമിയിൽ എന്തുണ്ട്, ഭൂവൽക്കം എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട്. ആ ലെയറില് എന്തുണ്ട്, ശിലാപാളികളുണ്ട്. അവിടെ ഒരു സമ്മർദ്ദം വരുന്ന സമയത്ത്, ഒരു സമ്മർദ്ദ ബലം കാരണം അല്ലെങ്കിൽ ഒരു പ്രഷർ വരുമ്പോൾ, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എടുത്തു നോക്കുക, ലൈക്ക് എന്തെങ്കിലും ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സാധനം എടുത്ത് നമ്മളൊരു പ്രഷർ കൊടുത്താൽ എന്താ സംഭവിക്കുക, അവിടെ എന്ത് ചെയ്യും, ഒരു മടക്ക് വരും അല്ലെ. അതുപോലെ തന്നെയാണ് ഇവിടെയും മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. വലനം എന്ന അല്ലെങ്കിൽ ഫോൾഡിംഗ് എന്ന ഈ പ്രക്രിയയിലൂടെയാണ് മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. ഓക്കെ, സോ ദിസ് പ്രോസസ് ഇസ് നോൺ ആസ് ഫോൾഡിംഗ്. ഓക്കെ, ഫോൾഡ് മൗണ്ടെയിൻസ് ഉണ്ടാവുന്ന പ്രോസസ്സിന്റെ പേരെന്താണ്, ഫോൾഡിംഗ് ആണ്. ദ ഹിമാലയാസ് ആൻഡ് ദി ആൽപ്സ് were formed through this process. ഹിമാലയവും ആൽപ്സും എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോൾഡ് മൗണ്ടെയിൻസിന്റെ എക്സാമ്പിൾ ഏതാണ്, ഹിമാലയം, ആൽപ്സ് തുടങ്ങിയ പർവ്വത നിരകൾ ഇത്തരത്തിൽ രൂപപ്പെട്ടവയാണ്. അപ്പൊ മടക്കു പർവ്വതത്തിന്റെ എക്സാമ്പിൾ ആൽപ്സ് ഉണ്ട്, ഹിമാലയം ഉണ്ട്. അപ്പൊ ഹിമാലയം എന്ന് പറയുന്നത് എന്താണ്, ഒരു മടക്കു പർവ്വതമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, generally mountains are the landforms with an average elevation above 900 meters from the sea level. അപ്പം നിങ്ങൾ കുന്നുകൾ, മൗണ്ടെയിൻസ്, പർവ്വതങ്ങൾ കാണുന്നുണ്ടാവും അല്ലെ. ഈ പർവ്വതങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ സമുദ്രനിരപ്പിൽ നിന്ന് അല്ലെ, സമുദ്രം ഉള്ള ആ ഒരു നിരപ്പിൽ നിന്നും 900 മീറ്റേഴ്സ്, അത്രയും അല്ലെ, അറൌണ്ട് 1 കിലോമീറ്റർ അടുപ്പിച്ചല്ല. അപ്പം 900 മീറ്റേഴ്സ് ഈ വാല്യൂസ് ഇമ്പോർട്ടന്റ് ആണ്. 900 പർവ്വതങ്ങളുടെ ഹൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 900 meters from the sea level. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 900 മീറ്ററിനും മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങളെയാണ് നമ്മൾ പൊതുവെ പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 900 മീറ്റേഴ്സ് ഹൈറ്റിൽ പോകുന്ന ഭൂരൂപങ്ങളെയാണ് എന്ത് പറയാ, പർവ്വതങ്ങൾ എന്ന് പറയും. ഇതൊരു മടക്ക് പർവ്വതമാണ് കേട്ടോ. ആൻഡ് ഹിമാലയൻ മൗണ്ടെയിൻസ്, ഇതിനകത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും, ട്രാൻസ് ഹിമാലയാസ്, പൂർവാചൽസ് എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം ഇമേജ് ആണ് കേട്ടോ അത്. നോർത്തേൺ മോസ്റ്റ് ഡിവിഷൻ ഓഫ് ദി ട്രാൻസ് ഹിമാലയാസ് ഇസ് ഓൾസോ നോൺ ആസ് ദി ടിബറ്റൻ ഹിമാലയാസ്. അപ്പൊ എന്താ ടിബറ്റൻ ഹിമാലയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോർത്തേൺ മോസ്റ്റ്, നോർത്ത് എന്ന് പറയുന്ന സ്ഥലം ഏതാണ്, തെക്ക്, വടക്കാണ് അല്ലെ. തെക്ക് എന്ന് പറഞ്ഞാൽ സൗത്ത് ആണ്, മേലെ വടക്കാണ്. അപ്പം ഏറ്റവും വടക്ക് കാണപ്പെടുന്ന ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഹാവിംഗ് ആൻ ആവറേജ് എലിവേഷൻ ഓഫ് 300 meters. എത്ര എലിവേഷൻ ഉണ്ട്, എത്ര പൊങ്ങിയിട്ടാണ് കിടക്കുന്നത്, 300 meters. The Trans Himalayas has an approximate width of 40 kilometer. അല്ലെ, അതിന് എത്ര വിഡ്ത്ത് ഉണ്ട്, ഇങ്ങനെ വിഡ്ത്ത് എത്രയുണ്ട്, 40 kilometer ഉണ്ട്. ആൻഡ് എ ലെങ്ത് ഓഫ് 965 kilometer. അപ്പൊ നമുക്ക് എലിവേഷൻ കിട്ടി 300 മീറ്റർ ആണ്, വിഡ്ത്ത് എത്രയാണ്, 40 kilometer ആണ്, ലെങ്ത് എത്രയാണ്, 965 kilometer ആണ്. The Karakoram range connects Himalayas with the Pamir Knot. Okay,
അപ്പം ശരാശരി 3000 മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് ഏകദേശം 40 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളവുമുണ്ട്. കാരക്കോറം നിര ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട്. അപ്പം ഇത് ഹിമാലയ ആണെങ്കിൽ ഇതിനെ പാമീർ കെട്ടിടവുമായിട്ട് ഹിമാലയത്തെ പാമീർ പർവ്വതക്കെട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഏതാണ്? കാരക്കോറം എന്ന് പറയുന്ന ഒരു നിരയാണ്. ഓക്കെ, കാരക്കോറം റേഞ്ച്. ഓക്കെ, നമ്മൾ ടിബറ്റൻ ഹിമാലയാണ് ഇപ്പൊ പറഞ്ഞത് അല്ലെ. ടിബറ്റൻ ഹിമാലയം എന്ന് പറയുന്നത് ട്രാൻസ് ഹിമാലയത്തിന്റെ വേറൊരു പേരാണ് ടിബറ്റൻ ഹിമാലയം. അതിന്റെ ലെങ്ത്, വിഡ്ത്ത് ഒക്കെയാണ് നമ്മൾ ഹൈറ്റ് ഒക്കെ പറഞ്ഞു അല്ലെ. നെക്സ്റ്റ് സിവാലിക്. The Siwalik range, which is the southernmost of the Himalayan ranges and forms the borders of the Ganga plains, has a width ranging from an average of 60 to 150 kilometer. അപ്പോൾ സിവാലിക് റേഞ്ചിന് ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായി, നമ്മൾ ഹിമാലയ നിര എടുക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഏറ്റവും തെക്ക് ഭാഗത്ത് അല്ലെ, ഏറ്റവും താഴെ ഭാഗത്തായിട്ട് തെക്കിലേക്കായിട്ടുള്ള ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നതുമായ സിവാലിക് നിര അല്ലെ. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? ഹിമാലയ നിരയിലെ ഏറ്റവും തെക്കുള്ള പോർഷനെ എന്താ പറയുന്നത്? സിവാലിക് നിര എന്നാണ് പറയുന്നത് അല്ലെ. അതിന് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. 60 മുതൽ 150 കിലോമീറ്റർ വീതിയുണ്ട്. As it is the outermost part, this range is also known as ഔട്ടർ ഹിമാലയാസ് അല്ലെ. ഹിമാലയത്തിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് ഔട്ടർ ആയിട്ട് കാണുന്ന ഒരു പോർഷൻ ആണ് അല്ലെ. ഇത് ഹിമാലയ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും തെക്ക് ഭാഗത്ത് അല്ലെ, അതിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ട് കാണുന്ന ഒരു പോർഷൻ ആണ് ഈ സിവാലിക് റേഞ്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് പറയുന്നുണ്ട്? ഔട്ടർ ഹിമാലയം എന്നും വിളിക്കുന്നുണ്ട്. ഓക്കെ, ഹിമാലയത്തിന്റെ ഏറ്റവും പുറമേ ഉള്ള ഭാഗമായതിനാൽ ഈ നിരയെ നമ്മൾ ഔട്ടർ ഹിമാലയം എന്നും വിളിക്കുന്നുണ്ട്. ഓക്കെ, to the north of the Sivaliks is the Himachal mountain range. ഈ സിവാലിക്കിന്റെ നോർത്ത്, ഏറ്റവും തെക്ക്, ഹിമാലയത്തിന്റെ ഏറ്റവും തെക്കിലാണ് സിവാലിക് ഉള്ളത്. ഈ സിവാലിക്കിന്റെ ഏറ്റവും നോർത്ത് പോർഷനിൽ ഉള്ളതാണ് ഹിമാചൽ മൗണ്ടെയിൻ റേഞ്ച് വിത്ത് ആൻ ആവറേജ് എലിവേഷൻ റേഞ്ചിങ് ഫ്രം 3500 to 4500 meters above the mean sea level. ഓക്കെ, 3005 സിവാലിക്കിന്റെ വടക്കായിട്ട് സമുദ്രനിരപ്പിൽ നിന്ന് 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വതനിരയാണ് ഹിമാചൽ. ലെസ്സർ ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ നിരക്ക്, മറ്റേത് ഔട്ടർ ഹിമാലയ അല്ലെ, ഇതെന്താണ്? ലെസ്സർ ഹിമാലയ എന്നും അറിയപ്പെടുന്ന ഈ നിരക്ക് ഏകദേശം 60 മുതൽ 80 കിലോമീറ്റർ വരെ വീതിയുണ്ട്. അപ്പൊ ഇതിന് ലെസർ ഹിമാലയാസ് എന്നാണ് പറയുന്നത്. ഇതിന് 60 മുതൽ 80 കിലോമീറ്റർ വരെ എന്തുണ്ട്? വീതിയുണ്ട്. Okay, this range is also known as Lesser Himalayas and has a width ranging from 60 to 80 kilometer. The Hemadri, which is also known as the Greater Himalayas or the Inner Himalayas. അപ്പോൾ നമ്മൾ 3 ഹിമാലയാസ് പഠിച്ചു അല്ലെ. ഔട്ടർ ഹിമാലയാസ് പഠിച്ചു, ലെസർ ഹിമാലയാസ് പഠിച്ചു, വേറൊരു ടേം ആണ്. ഇങ്ങനത്തെ ഇതൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ അതെന്ത് ചെയ്യുക? സെപ്പറേറ്റ് എഴുതിയിട്ട് പഠിക്കുക. ഔട്ടർ ഹിമാലയാസ് ഏതാണ്, ലെസർ ഹിമാലയാസ് ഏതാണ്, ഇന്നർ ഹിമാലയാസ് ഏതാണെന്ന് ഹൈഫൺ ഇട്ട് എഴുതി വെച്ചിട്ട് സെപ്പറേറ്റ് അത് എഴുതി വെച്ചിട്ട് പഠിക്കും. കൺഫ്യൂഷൻ ഉള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? എപ്പോഴും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതുക. അതിന് സ്പെഷ്യൽ ഫോക്കസ് കൊടുത്തിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. സോ the Hemadri, which is also known as the Greater Himalayas or the Inner Himalayas, is the mountain range that lies at an average elevation of about 6100 meters above the mean sea level. The width of the range is nearly 25 kilometers. These are snow-clad mountains. Okay. ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ കൂടി അറിയപ്പെടുന്ന ഹിമാദ്രി സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 6100 മീറ്ററിന്റെ മുകളിൽ ഉയരമുള്ള പർവ്വതനിരയാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഹൈറ്റും വെയിറ്റ് ഒക്കെ നിങ്ങൾക്ക്, ഹൈറ്റും ലെങ്ത്തും വിഡ്ത്ത് ഒക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോന്നും ഹെഡിങ്, ഹിമാദ്രി ഇത്ര ലെങ്ത് ഇത്ര വിഡ്ത്ത്, അടുത്ത എടുക്കുക, അടുത്തത് ഇത്ര ലെങ്ത് ഇത്ര വിഡ്ത്ത്, അങ്ങനെ ഓരോന്ന് ഹിമാലയത്തിന്റെ എല്ലാം നിങ്ങൾ സെപ്പറേറ്റ് എഴുതിയിട്ട് പഠിക്കണം കേട്ടോ. സോ ഏകദേശം 25 കിലോമീറ്റർ ആണ് ഇതിന്റെ വീതി. മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങളാണ് ഇവ.
ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് ഈ നിരയിലാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ഹിമാദ്രിയുടെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഹിമാദ്രി നിങ്ങൾ ഫേമസ് ആണ്. അപ്പം അവിടെയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒരുപാട് എന്തുണ്ട് കൊടുമുടികള് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതാ ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഹിമാലയത്തിനെ പറ്റിയിട്ടാണ് മെയിൻ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് നമ്മൾ ഇന്ത്യയുടെ ഭൂപ്രകൃതി അല്ലെ, ടോപ്പോഗ്രഫിക്കലി എങ്ങനെയാണ് ഡിവിഷൻ എന്ന് പഠിച്ചു അല്ലെ. അതിനുശേഷം ഹിമാലയത്തിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇന്ത്യയുടെ ഭൂപ്രകൃതി അനുസരിച്ചിട്ട് 5 ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ഹിമാലയത്തിലേക്ക് വന്നു. ഹിമാലയത്തിന്റെ അടുത്തുള്ള പ്രദേശങ്ങള്, പർവ്വതനിരകള്, ഫോൾഡ് മൗണ്ടെയിൻസ് എന്താണെന്ന് പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്